എല്ലാവർക്കും നമസ്കാരം. ആസ്പയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കുഞ്ഞിന് 12 വയസ്സ് കഴിഞ്ഞതാണോ, 12, 13, 14 വയസ്സുള്ള കുട്ടികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുടെ പഠനം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടോ? അതായത് ഉയർന്ന ക്ലാസ്സുകളിൽ എത്തിയിട്ടും ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് തെറ്റുകൂടാതെ എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. സ്പെല്ലിങ്സ് എപ്പോഴും തെറ്റിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ എത്ര തവണ പറഞ്ഞു കൊടുത്താലും അവർക്ക് അത് മനസ്സിലാകുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടാകാം. ഇതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ചെറിയ ക്ലാസ്സുകളിൽ തന്നെ കുട്ടികളുടെ പഠനത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ, അതായത് ഇപ്പോൾ നമ്മളുടെ ഒരു പഠനത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ക്ലാസ്സുകളിലൊക്കെ കുഞ്ഞുങ്ങളെ ഓൾ പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ അവരെ പാസ്സാക്കി വിടും. പക്ഷെ പലപ്പോഴും കുഞ്ഞുങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിൽ എത്തുമ്പോഴാണ് അച്ഛനമ്മമാർ ശ്രദ്ധിക്കുന്നത്. അതായത് ഇവൻ തെറ്റുകൂടാതെ എഴുതുന്നില്ല, അല്ലെങ്കിൽ തെറ്റുകൂടാതെ വായിക്കുന്നില്ല, അക്ഷരം പോലും ശരിക്കും അറിയുന്നില്ല എന്നുള്ളത്. അതായത് ചെറിയ പ്രായത്തിലെ പഠനം കറക്റ്റാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ ഉയർന്ന ക്ലാസ്സുകളിൽ എത്തുമ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഫലം കിട്ടൂ. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കാൻ വളരെ കുറച്ചായിരിക്കും, പക്ഷേ ഉയർന്ന ക്ലാസ്സുകളിൽ എത്തുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകളുടെ എണ്ണം കൂടും. പഠിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം നീളമുള്ളതായിരിക്കാം. ചോദ്യങ്ങൾ കൃത്യമായിട്ട് വായിച്ചിട്ട് വേണ്ടി വരും ഉത്തരം എഴുതാൻ. കണക്കിലാണെങ്കിലും അഡീഷനോ സബ്ട്രാക്ഷനോ ഒക്കെ മാറി വലിയ വലിയ കണക്കിൻ്റെ രീതിയിലേക്കാണ് ഹയർ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ വരിക. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നിങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി അഥവാ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ കുഞ്ഞിനെ കുറ്റപ്പെടുത്താതെ അവനെ നിങ്ങൾ അവരുടെ ടീച്ചേഴ്സിനോട് സംസാരിക്കുക. സ്കൂളിലെ ടീച്ചേഴ്സിനോട് പറയുക, എന്തുകൊണ്ടാണ് അവനിങ്ങനെ പ്രശ്നം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ടീച്ചർ ക്ലാസ്സിൽ എങ്ങനെയാണ് അവനെ ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ടീച്ചറുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കൂ. അപ്പോൾ കൃത്യമായിട്ടും ചിലപ്പോൾ അവർ ഉത്തരം തരും. അതായത് പലപ്പോഴും കുഞ്ഞ് നോട്ട്സുകൾ കംപ്ലീറ്റ് ആക്കുന്നുണ്ടായിരിക്കില്ല, മറ്റുള്ള കുട്ടികളുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പഠനത്തിൽ താല്പര്യം കാണിക്കുന്നുണ്ടാവില്ല. ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ ടീച്ചേഴ്സുമായി സംസാരിച്ചാൽ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു വിശദീകരണം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പഠനത്തിൽ എന്നിട്ട് കുഞ്ഞിനോട് നിങ്ങൾ സംസാരിക്കുക, എവിടെയാണ് നിനക്ക് പഠനത്തിലുള്ള ബുദ്ധിമുട്ട് വരുന്നത് എന്ന് അവനോട് തുറന്നു സംസാരിക്കുക. അപ്പോൾ അവൻ പറയുമായിരിക്കും. അതായത് നിങ്ങൾ ചോദിക്കുന്ന രീതി അനുസരിച്ചിട്ടായിരിക്കും കുട്ടികൾ മറുപടി തരിക. അതായത് അവനിപ്പോൾ പറയാണ്, അമ്മ എനിക്ക് മാത്സിൻ്റെ ഈ ഭാഗം പഠിക്കാൻ എനിക്ക് തീരെ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഓർത്ത് എഴുതാൻ പറ്റുന്നില്ല, ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും എനിക്ക് എത്ര പഠിച്ചാലും തലേ കയറുന്നില്ല, സോഷ്യലത്തെ വലിയ വലിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് എന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിൽ അവന് പഠനത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണുമായിരിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ സഹായം തേടുക എന്നുള്ളതാണ്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ പ്രശ്നങ്ങൾ എന്താണോ എന്നുള്ളത് അവർ കൃത്യമായ അസസ്മെൻറ്റിലൂടെ വിലയിരുത്തി നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ റെമഡിയൽ ട്രെയിനിങ് കൂടി കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ പഠനത്തിൽ പ്രശ്നമുള്ള കുട്ടികൾക്കും ഉന്നത വിജയത്തിലേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടും വരില്ല. പക്ഷേ നിങ്ങളത് കൃത്യസമയത്ത് തിരിച്ചറിയണം. കൃത്യസമയത്ത് നിങ്ങൾ വേണ്ട പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുകയും വേണം. എങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനും മറ്റുള്ള കുഞ്ഞുങ്ങളെ പോലെ തന്നെ ഉയർന്ന നിലയിൽ ക്ലാസ്സുകളിൽ മാർക്കുകൾ മേടിക്കാനും ഉന്നത നിലയിലെത്താനും സാധിക്കും. താങ്ക് യു.